എഞ്ചിന് വന്നില്ലേ? ഇല്ല. സിമെന്റ് മിക്സ് ചെയ്യാൻ വരാറില്ലേ? എന്ത് പ്രപ്പോസലാ സിമെന്റ് മിക്സ് ചെയ്യുന്നത്? ഒരു ചാക്ക് സിമെന്റിന് 4 കൊട്ട മണലും 6 കൊട്ട ജെല്ലിയും ചേർക്കണമെന്നാണ് നിയമം. പക്ഷെ ഇവിടെ 3ഉം 4ഉം ഇരട്ടിയൊക്കെ ചേർക്കും. അപ്പൊ മണ്ണ് മാത്രം ഉപയോഗിച്ച് കെട്ടുന്നതല്ലേ ഇതിനേക്കാൾ നല്ലത്? എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? അവര് പറയുന്നത് പോലെ ഞാൻ ചെയ്യുന്നു. ഓഹോ, എഞ്ചിൻ സാർ എവിടെ കാണും? ഓഫീസിൽ കാണും. ടെൻഡറിന്റെ കാര്യം അറിഞ്ഞു പോകാൻ വിചാരിച്ചു വന്ന. അയ്യോ, ടെൻഡർ ഒന്നും ആയിട്ടില്ല. ഈ വർക്കെങ്കിലും സാറ് ഞങ്ങൾക്ക് വേണം. കുന്നപ്പുഴ പാലം പോലുള്ള ഒരു മേഖല വർക്ക് വാതിപ്പ് തമ്മിൽ സാർ അടിച്ചെടുത്തു എന്ന് വെച്ചാൽ സാറിന്റെ സഹായമില്ലാതെ ആർക്കും ടെൻഡർ ഉറപ്പിച്ചു കിട്ടിയതെന്ന് ഞങ്ങൾക്കറിയാം. സത്യത്തിൽ ഈ കോൺട്രാക്ട് പണി ഇപ്പൊ നഷ്ടമായി സാർ. എന്നാൽ ഈ വർക്കുകൾ വിട്ടേക്ക് എന്ന് പറഞ്ഞാൽ ഒക്കുമോ? സാറ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരണം. സാറിന്റെ വീതം നേരത്തെ അങ്ങ് തന്നേക്കാം. നോക്കട്ടെ. ജോസഫേ, എഞ്ചിൻ സാർ അകത്തുണ്ടോ? ഉണ്ടല്ലോ. എനിക്കൊന്ന് കാണണം. സാർ, ഗോപാലൻ സാറിനെ കാണാൻ വന്നിരിക്കുന്നു. ഗോപാലൻ ഇപ്പൊ കാണാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞേക്കും. അയ്യോ, നേതാവാണ്. തിരക്കി അയക്കണ്ട. വിളിച്ച് കാര്യം എന്താണെന്ന് അങ്ങ് അന്വേഷിക്കും. ഞങ്ങൾ അപ്പുറത്തേക്ക് പോയത്. വിളിക്കും. സാറ് എല്ലാം പറഞ്ഞു. എന്ത് വേണം? മുഖത്തേക്ക് നോക്കണം സാർ. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് ശരിക്ക് കുഴപ്പമൊന്നുമില്ല. പറയും. ഈ കോൺഗ്രസിന്റെ പ്രപ്പോഷൻ എത്രയാണെന്ന് പറയാം. അത് അറിയാതെ നിങ്ങൾക്ക് എന്ത് വേണം? എന്ത് വേണമെന്നോ? ഈ അണക്കെട്ട് ഉറപ്പുള്ളതായിരിക്കണം. അത് ഈ രാജ്യത്തിന്റെ ആവശ്യമാണ്. സിമന്റും മണലും ഏത് അളവിലാണ് ചേർക്കുന്നതെന്ന് അറിയാൻ ഞങ്ങൾക്കും അവകാശമുണ്ട്. കോൺക്രീറ്റ് ചെയ്യുമ്പോൾ സാർ വർക്ക്ഷോപ്പിൽ വരണം. എന്റെ ജോലി എനിക്കറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിടൂല്ല. സാർ സ്ഥലത്ത് വന്നില്ലെങ്കിൽ ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റും മിനിസ്റ്റർക്കും പരാതി കൊടുക്കും. താനാരുടെ മിനിസ്റ്റർക്ക് പരാതി നൽകാം. വിവരമില്ലാത്ത 5-6 ചുമട്ടുകാരാണെന്ന് പറഞ്ഞത് അവിടെ കാശുകൊണ്ട് ജീവിക്കുന്ന താൻ എന്നെ പറ്റി പരാതി നൽകും അല്ലേ? ഇവിടുത്തെ ചുമട്ടുതൊഴിലാളികൾക്ക് വിവരമില്ലാന്ന് പറഞ്ഞ് നിങ്ങൾക്കാണ് വിവരമില്ലാത്തത്. നിങ്ങളെ നിലയ്ക്ക് നിർത്താൻ ഇവിടുത്തെ ഓരോ വോട്ടർക്കും അവകാശമുണ്ട്. നിങ്ങൾ വർക്കിംഗ് പാർട്ടിൽ വരും, ഇല്ലെങ്കിൽ ഞങ്ങൾ വരുത്തും. ഓശാരത്തിന് ജോലി ചെയ്തത് മതി. സിമെന്റ് ഇറക്കിയാലേ കൂലി കിട്ടണം. കൂലി വരും മുതലാളി വേട്ടെ. അങ്ങനെ വേണ്ട, കൂലി നിശ്ചയിച്ചിട്ട് സിമെന്റ് ഇറക്കിയാൽ മതി. നിങ്ങൾ ഇങ്ങനെ കടുംപിടുത്തം പിടിച്ചാൽ എങ്ങനെയാ? ഒരു കടുംപിടുത്തവും ഇല്ല. യൂണിയന്റെ തീരുമാനം. അപ്പോൾ ഞങ്ങൾ വേറെ ആളുകളെ ഇറക്കിക്കോട്ടെ. അതിനിച്ചിരി പുളിക്കും. എടോ മേസ്ത്രി, സിമെന്റ് ഇറക്കാൻ കരിങ്കാലികളെ കൊണ്ടുവന്ന ഒരൊറ്റ എണ്ണം ജീവനോടൊന്ന് പോവില്ല. കുത്തുകയില്ല കുന്തം കൊടുക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? താൻ തന്നെ പാട് നോക്കടൂ. സിമെന്റ് ലോറി കഴിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഇറക്കില്ലേ? വേറെ സിമെന്റ് ഇറക്കി കൊടുക്കുക. സിമെന്റ് ഇറക്കാനോ കൂലി കാര്യമൊക്കെ നമുക്ക് പിന്നീട് നിശ്ചയിക്കാം. ഇതോ മഴ വരുന്നു, ടാർപ്പാണില്ല. മഴ നനഞ്ഞാൽ സിമെന്റ് ഈത്തയാകും. സിമെന്റ് ഈത്തയാകട്ടെ. കൂലിക്കാരൻ തീരുമാനിച്ചിട്ടേ ഇറക്കുന്നുള്ളൂ. നമ്മൾ അങ്ങനെയല്ലേ സാറേ ഇന്നലെ തീരുമാനമെടുത്തത്? തീരുമാനമെടുത്തതൊക്കെ ശരിയാണ്. പക്ഷേ കാലവും സാഹചര്യവും കണക്കിലെടുത്തുകൊണ്ട് തൊഴിലാളി സമരം ചെയ്യാവൂ. പൊതുമുതൽ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അപ്പോ ഇതിറക്കണമെന്നാണോ? വേഗം ഇറക്കണം. കോൺട്രാക്ട് വരുമ്പോ നമുക്ക് കൂലി പിടിച്ചു വാങ്ങാം. എല്ലാരും കൂടി സിമെന്റ് ഇറക്ക്. ഒന്നും ആലോചിക്കണ്ട, വേഗം സിമെന്റ് ഇറക്ക്. വരുന്നടാ. ഒമ്പതരയ്ക്ക് ഒന്ന് കോളേജിൽ ചെല്ലുന്നതാണല്ലോ. ലോറി കുറുകെ പിടിച്ചിട്ടിരിക്കുന്നത്. എങ്ങനെ പോകും? നീ ആണെന്ന് അടിക്കടാ. അയ്യോ, ആരും ഗവനിക്കുന്നില്ലല്ലോ. എടാ, നീ ഇറങ്ങി ചെന്നാൽ ലോറി ഒന്ന് മാറ്റാൻ പറ. കുഞ്ഞിന് എഞ്ചിനീയറിംഗ് കോളേജിൽ പോട്ടെ. ലോറി മഴ വരുന്നു, അതിനു മുമ്പ് സിമെന്റ് ഇറക്കണം. അല്ലേ നോക്കി നിൽക്കുവന്നോ? കൊണ്ടുപോയി ഇട്ടിട്ട് പാടൂ. പോടോ. അഹങ്കാരം കണ്ടോ? ലോറി ഞാൻ മാറ്റിക്കാം. അയ്യോ, നീ പോകണ്ട മോളെ. നിന്റെ വലയിൽ ഒരു സിമെന്റ് ചാക്ക് പിടിച്ചു വെക്കും. എന്നാൽ അതൊന്ന് കാണണമല്ലോ. ലോറി മാറ്റിയിടാൻ പറഞ്ഞിട്ട് കേട്ടില്ലേ? കൊച്ചേ, മര്യാദയ്ക്കാ കാറി പോയിരിക്കും. സിമെന്റ് ഇറക്കി കഴിഞ്ഞാൽ വണ്ടി പോകാൻ പറ്റൂ. ഈ ലോറിയും സിമെന്റും ഒക്കെ ഞങ്ങളുടെയാ. പക്ഷേ ഇറക്കുന്നത് ഞങ്ങളാ. അപ്പൊ ലോറി മാറ്റില്ലേ? ഇല്ലല്ലോ. ബ്ലഡി ഫൂൾ. നീ ഒരു സ്ത്രീ ആയിപ്പോയത് കൊണ്ട് ഞാൻ മറുപടി പറയുന്നില്ല. വേഗം വണ്ടി പോയിരിക്കാം. നീ പോകണ്ടെന്ന്
ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, അഹങ്കാരി. ഇവൻ ഒരുത്തനാ ചുറ്റുമേ കുഴപ്പക്കാരൻ. അച്ഛനോട് പറഞ്ഞ് ഇവനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ എങ്ങനെ ഇരിക്കുന്നു ബാബാ? ശരി, ആ സിമന്റ് നനഞ്ഞു പോവാ. ഈ ലാരി പോട്ടെ, വണ്ടി കൊണ്ട് വയ്ക്കോ. പോ, വേഗം പോ ഡ്രൈവർ. പക്ഷേ മഴ പെയ്ത് കണ്ടോ? നീ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ പോകുന്ന പെണ്ണല്ലേ? മഴവെള്ളം വീണാൽ സിമന്റ് കട്ടിയായി പോവും. അതാണ് ആദ്യം പഠിക്കേണ്ട പാഠം. പൊയ്ക്കോ, പോ. എന്തായത് കയ്യില്? എന്റെ അത്താഴപ്പൊതിയാ. ഇന്ന് രാത്രി ഇച്ചിരി ജോലി നമ്മുടെ തോമായുടെ വീട് റിപ്പയർ ചെയ്യണം. അപ്പൊ അതിന് കൂലി കൃത്യമായിട്ട് പറഞ്ഞു വാങ്ങിക്കൂ. ആ ജോലി ചെയ്താൽ കൂലി വാങ്ങും. അതാ നേതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതെ, ഗോപാലിന് എഞ്ചിനീയറുമായിട്ട് പിണക്കം വല്ലതും ഉണ്ടോ? അങ്ങനെ പിണക്കമൊന്നുമില്ല. എന്നാലും എന്തോ ഒരു ഉടക്കുണ്ടായിട്ടുണ്ട്. എന്താ ചോദിക്കാൻ കാര്യം? ഗോപാലൻ കൈക്കൂലി വാങ്ങിച്ചിട്ട് ആ സിമന്റ് ഇറക്കിയതെന്ന് അയാൾ പറയുന്നത്. ഇരിക്കണ്ടെന്നേ, ഞാൻ കേട്ടതാ പറഞ്ഞത്. അയാൾക്ക് എന്തും പറയാൻ അധികാരമുണ്ടല്ലോ. അയാൾ പറഞ്ഞ കള്ളമാണ് അവർ ജയിക്കേണ്ടത്. അപ്പൊ താൻ കാശ് വാങ്ങിച്ചോ? ബാബാ, ശത്രുക്കൾ തൊഴിലാളികളുടെ വർഗബോധത്തെടുത്താൻ പലതും പറഞ്ഞുണ്ടാകും. എങ്കിൽ പിന്നെ ചോദിച്ചാലുണ്ട്, കൂടുതൽ കള്ളം പറയും. ആ ശരി, സന്ധ്യക്ക് കേട്ട ഈ വിവരം പറയാനാ ഞാൻ വന്നത്. പരകൃഷ്ണൻ വെറുതെ അങ്ങനെ തള്ളിക്കളെ. അതെ, ഞാൻ അത്താഴം കഴിക്കാം. ഇല്ല. ഉച്ചക്ക് എന്താ കഴിച്ചു? ഒരു ചായ കുടിച്ചു. ഇന്നത്തെ ബഹളത്തിൻ്റെ ഒന്നും നടന്നില്ല. അയ്യോടെ സിമന്റ് ഇറക്കിയ വഴി കിട്ടിയ കൈക്കൂലിയുടെ അരി വാങ്ങിക്കാൻ വയ്യായിരുന്നു. അത് ശരിയാണല്ലോ, ഞാനതൊക്കെ മറന്നു. എന്നാലേ ഇത് നമുക്ക് രണ്ടുപേർക്കും കൂടെ കഴിക്കാം. താൻ പട്ടിണി കിടന്ന് അങ്ങനെ വലിയ നേതാവൊന്നും ആകണ്ട കേട്ടോ. ചേട്ടാ, നീ ഇവിടെ? ഞാൻ ചേട്ടനെ തിരക്കി വന്നതാ. പത്രത്തിൽ നിന്ന് ചേട്ടൻ ഇവിടെ ഉണ്ടെന്നറിഞ്ഞു. നീയും കുഞ്ഞും മാത്രമേ വന്നുള്ളൂ. അളിയനെവിടെ? വന്നില്ല. ബാബാ, ഇതെന്റെ സഹോദരിയാണ്. ഇതവളുടെ മകള്. 2-3 വർഷമായി ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട്. ഒത്തിരി കാലത്തിന് ശേഷം ഉടപ്പിറന്നോടും മൂലം കണ്ടല്ലേ, സന്തോഷമായില്ലേ? നിങ്ങൾ വർത്താനം പറയും. മോളെ, നമ്മളെ മോളിവിടെ ഇരുന്നോ? നീ എന്താ ഈ രാത്രി വന്നത്? ചേട്ടൻ വീട്ടിലേക്ക് വരാറേ ഇല്ലല്ലോ. എന്റെ ജീവൻ നിനക്കറിയാമല്ലോ. അതെങ്ങനെയൊക്കെയാണ്. നീ എന്റെ കാര്യം നോക്കാൻ നിന്റെ ഭർത്താവുണ്ട്. അക്കാര്യമൊന്നും പറയണ്ട. എല്ലാം കുടിച്ച് നശിപ്പിച്ചു. വീട് പോലും കടത്തിലായി. അത്യാവശ്യമായിട്ട് എനിക്ക് 5000 രൂപ വേണം. ഇല്ലെങ്കിൽ ഞാനും ഈ കുഞ്ഞും പെരുവഴിയിലാകും. ചേട്ടനെന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ ചേട്ടനോടല്ലാതെ വേറെ ആരോട് ചോദിക്കും? എന്റെ കയ്യിൽ തൽക്കാലം പണമില്ല. ഏതായാലും ഞാൻ ശ്രമിച്ചു നോക്കട്ടെ. ചേട്ടൻ വീട് വിട്ടുന്നതിന് 4-ാം ദിവസം അച്ഛൻ മരിച്ചു. അമ്മയില്ലാത്ത എനിക്ക് അമ്മയുടെ സ്നേഹം തന്നു വളർത്തിയത് ചേട്ടനാണ്. ഈ വിവാഹബന്ധം വേണ്ടെന്ന് പറഞ്ഞു ഞാൻ തന്നെയാണ്. അച്ഛനായിരുന്നു നിർബന്ധം. അതിന്റെ പേരിലാണ് ചേട്ടനും അച്ഛനും ഒടുവിലായി പിണങ്ങിയത്. എല്ലാരും പോയപ്പം മീനിയുടെ അച്ഛന് കുറെ കൂട്ടുകാരെ കിട്ടി. നിനക്ക് പറഞ്ഞു തിരുത്താമായിരുന്നില്ലേ? ഞാൻ പറഞ്ഞാൽ കേട്ടിട്ട് വേണ്ടേ ചേട്ടാ? എത്രയോ സഹോദരിമാർ ഇവിടെ കഷ്ടപ്പെടുന്നു. ഇവിടെ തന്നെ നോക്ക്, കല്ലുടച്ചും ചുമടിച്ചുമെന്നും സ്ത്രീകൾ ജീവിക്കുന്നില്ലേ? സ്വത്തുള്ളതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ അപകടം. ഇത് കുറെ അരിയും സാധനങ്ങളും അവിടെ പറഞ്ഞോളൂ. വേഗം അടുക്കളയിലോട്ട് കയറി ഇതൊന്ന് പാകപ്പെടുത്തി എല്ലാവരും കൂടെ അത്താഴം കഴിച്ചാട്ട്.